നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. വഴിത്തലയിൽ നിന്നും സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. വഴിത്തല സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം 2025 മെയ് 17 ശനിയാഴ്ച ബഹുമാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടുക്കി എംപിയുടെയും MLA-മാരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു. കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്ക് പ്രസ്ഥാനങ്ങളിൽ 100 വർഷം തികയുന്ന ഇതിന്റെ സേവന പ്രവർത്തനങ്ങൾ അതിവിശാലമായ വികസന പ്രവർത്തനങ്ങളും സേവനങ്ങളും ഉൾക്കൊണ്ടു ജനഹൃദയങ്ങളിൽ 100 മേനി വിശ്വാസമായിട്ടാണ് ഈ 100ാം വാർഷികം ആഘോഷിക്കുന്നത്. 100 വർഷമായി ഈ ബാങ്കിന്റെ ഭരണം കേരള കോൺഗ്രസിന്റെ കുത്തകയിൽ 60 കോടി രൂപയോളം നാട്ടിൽ തന്നെ കടം കൊടുത്തുകൊണ്ടും ബാങ്കിന്റെ സാമ്പത്തിക സുരക്ഷ ഭദ്രമാക്കുന്ന കേരള കോൺഗ്രസിന്റെ ജനാധിപത്യ ഉത്തരവാദിത്തമാണ് ഈ ബാങ്ക് 100% ജനങ്ങളുടെ ഇടയിൽ വിജയകരമായി പൂർത്തീകരിച്ച് 100ാം വാർഷികം ആഘോഷിക്കുന്നതെന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിരവധി സഹകരണ ബാങ്കുകൾ തകർന്ന് തരിപ്പണമായപ്പോഴും വഴിത്തിലയിലെ സഹകരണ ബാങ്ക് ജനങ്ങൾക്ക് ഭദ്രദീപമായിരുന്നു. അധ്യക്ഷ ഭാഷണം ശ്രീ PJ ജോസഫ്, ബഹുമാന തൊടുപുഴ MLA. ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സഹകരണ മേഖല ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറി. അവരുടെ ഏതൊരു ആവശ്യത്തിനും സഹകരിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഈ ശതാബ്ദി ആഘോഷങ്ങൾ വളരെ ഗംഭീരമായി ഇവിടെ നടത്തപ്പെടുന്നു. ശ്രീ ക്ലെമന്റിനും മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കും ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സമ്മേളന ഉദ്ഘാടനവും സ്വപ്ന ഭവന്റെ താക്കോൽദാനവും അഡ്വക്കേറ്റ് വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സംഭവബഹുലമായ 100 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ മനോഹരമായ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു ചരിത്ര മുഹൂർത്തമാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ ബാങ്ക് സ്ഥാപിച്ച ഇതിൻ്റെ സ്ഥാപകരെ, പിന്നീട് ബാങ്കിന് നേതൃത്വം കൊടുത്ത സഹകാരികളെ, ജീവനക്കാരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തെ ബാങ്കാണ്. നമുക്കൊരാവശ്യം വരുമ്പോൾ ഓടിയെത്തി മകളുടെ വിവാഹത്തിന്, അല്ലേ, കെട്ടിടം, നമ്മുടെ വീട് പണി പൂർത്തിയാക്കാൻ, നമ്മുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താൻ ഒരു പൈസയ്ക്ക് ആവശ്യം വന്നാൽ ഓടിയെത്തി യാതൊരു സങ്കീർണമായ നടപടിക്രമങ്ങളും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് പണം വായിച്ചുള്ളൂ സ്ഥലമാണ് നമ്മുടെ സ്ഥലമാണ്. ദേശസൽക്കരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു ധനകാര്യ നടപടിയായിരുന്നു. കാരണം അതിനു മുമ്പ് ഇന്ത്യയിലെ ബാങ്കുകൾ, സഹകരണ ബാങ്കുകളല്ല, ഇന്ത്യയിലെ ബാങ്കുകൾ എന്ന് പറയുന്നത് വലിയ ഭൂ ഉടമകളുടെ, വലിയ വ്യവസായികളുടെ പോക്കറ്റിലെ ബാങ്കായിരുന്നു. അവർക്ക് വേണ്ടി മാത്രമായിരുന്നു ബാങ്ക്. ബാങ്ക് ദേശസൽക്കരിച്ചതിന് ശേഷം അത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ ബാങ്കായി മാറി. ദേശസാൽകൃത ബാങ്കുകളെല്ലാം, ഷെഡ്യൂൾഡ് ബാങ്കുകളെല്ലാം ഇന്ത്യയിൽ കാർഷികമായ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കർഷകർക്ക് പിന്തുണയായി മാറിയത് ആ ബാങ്കുകളുടെ ദേശസൽക്കരണമാണ്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഹരിതവൽക്കരണം നടപ്പിലായത് ആ ബാങ്കുകൾ വഴിയാണ്. വഴിത്തല മേഖലയിലെ 6 കുടുംബക്കാർക്കാണ് ഭവന നിർമ്മാണത്തിന്റെ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന മുൻകാല പ്രസിഡന്റുമാരെയും മുൻ സ്ഥാനാർത്ഥികളെയും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ ആദരവ് നമ്മൾ കൊടുക്കുകയാണ്. ഈ 100 വർഷത്തിൻ്റെ ചരിത്രം പ്രതിപക്ഷ നേതൃത്വമാണ് പുതിയ തലമുറ ഇന്ന് ക്ലെമന്റിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ക്ലെമന്റ് ഇമ്മാനുവലിനെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്നേഹം നിറഞ്ഞ ശ്രീ സ്വാമി ജോസഫ് ഉൾപ്പെടെയുള്ള ബാങ്കിൻ്റെ ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഘടകങ്ങളിലൊന്നായി തൊടുപുഴയെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞ ആദരണീയനായ ശ്രീ PJ ജോസഫ് സാറിൻ്റെ അനുഗ്രഹാശിസോടുകൂടിയാണ് വഴിത്തല സർവീസ് സഹകരണ ബാങ്കും കാര്യക്ഷമതയോടെ മുന്നോട്ട് പോകുന്നത്. മുഖ്യപ്രഭാഷണത്തിന് ശേഷം മുൻകാല പ്രസിഡന്റുമാരെയാണ്
മോൻസി ജോസഫ് ആദരിക്കുന്നത്. അടുത്തതായി നമ്മുടെ മുൻ ഭരണസമിതി അംഗങ്ങളാണ് ക്ഷണിക്കുന്നു. അജിമോൻ രാമകൃഷ്ണൻ ഓർമ്മക്കണ്ടത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗോപിനാഥൻ ജോസഫ് ഉലകൻ ഞാൻ കാരക്കൽ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മോഹൻദാസ് നിർമ്മനാൽ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. സോജൻ ഈറ്റകൾ നമ്മുടെ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൊച്ചുറാണി ജോസഫ്, രമേശ്